ഡോക്ടർ അടുത്ത നമ്മുടെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞ സെഗ്മെൻ്റാണ്. അമിതവണ്ണം എന്ന് പറയുമ്പോഴേക്കും മനുഷ്യർക്ക് ഭയങ്കര ഭയമാണ്, രോഗത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ പണ്ടൊന്നും ഇത്തിരി വണ്ണം ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു ഉറപ്പുള്ള ശരീരമായിരുന്നു. ഇപ്പോൾ അത് പോയിട്ട് വണ്ണം എന്ന് പറഞ്ഞാൽ അത് പ്യുവർ വണ്ണം മാത്രമായിരിക്കും. ഇപ്പോൾ ഈ അമിത ഭാരം എന്ന് പറയുന്നത് പലതും ഇവിടെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്, ഡോക്ടർ തന്നെ കാണുന്നുണ്ട്. നമ്മൾ പേരെടുത്ത് പറയുന്നില്ലേ പോലും വളരെ കുറുക്കുവഴികളാണ് വണ്ണം കുറയ്ക്കാൻ, 2 ദിവസം കൊണ്ട് കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഇതൊരു നമ്മുടെ ഒരു സ്വല്പം വെയിറ്റ് എന്ന് പറയുന്നത് ഒരു അമിത ഭാരം ആകുന്നത് എപ്പോഴാണ്? അതിന് ഈ കുറുക്കുവഴികൾ എങ്ങനെയാണ്? ഡോക്ടർക്ക് എന്താ അതേക്കുറിച്ച്? നമ്മൾ BMI നമ്മൾ 25-ന് മുകളിൽ വരുമ്പോഴാണ്, അതായത് നമ്മളുടെ ഹൈറ്റ് വെയിറ്റ് റേഷ്യോ കൂടുമ്പോഴാണ് നമ്മൾ അമിതവണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അമിതവണ്ണം പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വളരെ കെയർഫുള്ളാണ്. കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ഗർഭിണിയാകുമ്പോൾ മുതൽ അമ്മമാർ ശ്രദ്ധിക്കേണ്ടതാണ്. അമ്മമാരുടെ വണ്ണം കൊച്ചിൻ്റെ വണ്ണം കൂടാതിരിക്കാൻ, കൊച്ചു ഭാവിയിലൊരു അമിതവണ്ണമുള്ള ആളാവാതിരിക്കാനും ഒരു പരിധി വരെ അമ്മമാർ പ്രഗ്നൻ്റ് ആകുമ്പോൾ മുതൽ കെയർ എടുക്കണം. പക്ഷേ ഡോക്ടർ, നമ്മുടെ നാട്ടുപുറത്ത് ഇതനുസരിച്ച് പ്രഗ്നൻ്റ് ആകുമ്പോൾ മുതൽ കൊച്ചൊന്നും വലിയ തടിച്ച കൊച്ചാകാനല്ലേ നമ്മൾ കെയർ എടുക്കുന്നത്? തടിച്ച കൊച്ചും ആവരുത്, തടി കുറഞ്ഞതും ആവരുത്. അപ്പം നമുക്ക് മെലിഞ്ഞിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം തീരെ വണ്ണം ഇല്ലാത്തതും നല്ലതല്ല, അപ്പിയറൻസ് വൈസ് ആണ് നല്ല. അപ്പം നമ്മളതിനകത്ത് BMI പറയുന്നത് ഒരു 20-ക്കും 24-നും ഇടയിൽ നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളുടെ BMI ബോഡി മാസ് ഇൻഡെക്സ് വരുന്നത്. അപ്പം കുഞ്ഞ് വളരുന്നു, അതുപോലെ തന്നെ ഇത് തന്നെ ആപ്ലിക്കബിളാണ് ഗർഭസ്ഥ ശിശുവിനും. അപ്പോൾ കുഞ്ഞ് പ്രഗ്നൻ്റ് ആകുമ്പം തന്നെ നമ്മളുടെ ഇവിടെ പ്രഗ്നൻസി സമയത്ത് തന്നെ നമ്മൾ ആ കറക്റ്റ് കൊച്ചിനൊരു 3 to 3.5 kg വെയിറ്റ് ഉണ്ടാവണം. അതായിരിക്കും നമ്മളുടെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു വെയിറ്റ്. നമ്മൾ മാക്സിമം ഒരു 3.8 വരെ വരാം. പിന്നെ ഇപ്പം നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രോബ്ലം പ്രഗ്നൻസി സമയത്തും പോസ്റ്റ് ഡെലിവറി സമയത്ത് ഡെലിവറി കെയറിലുമാണ് അവർ വണ്ണം വെച്ച് പോകുന്നത്. അപ്പോൾ അതുണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ പ്രിവെൻറ്റീവായിട്ട് തന്നെ നോക്കുക. പിന്നെ ടീനേജേഴ്സിനെ വളർത്തുന്ന അമ്മമാരാണെങ്കിലും ശ്രദ്ധിക്കുക, അവർ ഓവർ വെയിറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കുണ്ടാകുന്ന അമ്മമാർക്കും കുട്ടികൾക്കും അവരുടെ ഹൈറ്റ് അനുസരിച്ച് എത്ര വെയിറ്റ് കറക്റ്റായിട്ട് ആകാമെന്നറിയുക. അപ്പോൾ അതിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ നോക്കുക. പ്രഗ്നൻസി സമയത്താണേലും ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്താണേലും ഓവർ വണ്ണം വെച്ച് പോകാതിരിക്കാനും. കാരണം വൺസ് വണ്ണം വെച്ച് പോയി കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്ത് കുറച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അപ്പോൾ ഡോക്ടർ, ഈ ആഴ്ച നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി. അടുത്ത ആഴ്ചയിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ മറുപടി പറയും. അത് ഡോക്ടറുടെ അഡ്രസ്സിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഡോക്ടർ ജോളി തോംസൺ, ഗൈനക് ഫെർട്ടിലിറ്റി സെൻറ്റർ, മാളിയേക്കൽ റോഡ്, തേവര, കൊച്ചിൻ 13. 0484 266 3190. മൊബൈൽ 9495 989534. ഇമെയിൽ ID drjollythompson@gmail.com. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മറക്കാതെ കാണുക. വനിതാ ആരോഗ്യം.